കൂടെയുള്ള എൻ്റെ സുഹൃത്താണ് സുരേഷ് സാർ. സുരേഷ് സാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ബൈക്ക് റൈഡ് ചെയ്യുന്ന ആളാണ്. ബൈക്ക് റൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പാഷൻ തന്നെയാണ്. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് തികച്ചും വ്യത്യസ്തമാണ്. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഡൽഹിയിലും ബോംബെയിലും പഠിക്കുന്ന മക്കളുടെ അടുത്തേക്ക് പോകുന്നത് ബൈക്കിലാണ്. ഒരു 500-600 കിലോമീറ്ററാണ് ഒരു ദിവസം യാത്ര. ഒരു ദിവസം യാത്ര 600 കിലോമീറ്റർ. എന്റെ ദൈവമേ. യാത്രകൾ ഞാൻ തുടങ്ങുക 6 to 6 ആണ് ഞാൻ സാധാരണ ഒരു സമയം വെച്ചിരിക്കുന്നത്. മോർണിംഗ്, ഐ മീൻ ഡേ ടൈം. രാത്രിയില്ല, രാത്രി യാത്ര പരമാവധി ഒഴിവാക്കും. തീർച്ചയായിട്ടും കേട്ടോളൂ. കാറാണെങ്കിലും ബൈക്കാണെങ്കിലും സൈക്കിളാണെങ്കിലും രാത്രി യാത്ര ഒഴിവാക്കും. അപകടങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ആ സമയത്താണ്. എത്ര വയസ്സായി? എനിക്ക് 58 വയസ്സായി. 58 വയസ്സിലാണ് കേട്ടാ. ഞാൻ ഈ പ്രായം കേട്ടപ്പോഴാണ് ഇന്റർവ്യൂവിന് കുറച്ചുകൂടി പ്രസക്തി ഉണ്ടാവും എന്ന് മനസ്സിലായത്. കാരണം ഈ ഏജിലും വളരെ എനർജറ്റിക് ആയിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. വേറെന്തൊക്കെയാ മസിലൊക്കെ ഉണ്ടാക്കി ജിമ്മിന് പോകുന്നുണ്ടോ? ബോഡി നമ്മൾ ഫിറ്റ്നസ് ഉണ്ട്. പിന്നെ ചെറുതായിട്ട് ഞാൻ മാർഷൽ ആർട്സ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് കരാട്ടെ ഹോൾഡർ. സെക്കൻഡ് ഹാൻഡ് എന്ന് വെച്ചാല് സീറോ ഡാൻ, ഫസ്റ്റ് ഡാൻ, സെക്കൻഡ് ഹാൻഡ്. അപ്പൊ 3 ബ്ലാക്ക് ബെൽറ്റ് കയ്യിലിരിപ്പുണ്ട്. അതെ, ഇനിയിപ്പോ ഞാനൊരു 2 ഡാനും കൂടി ഇപ്പൊ ചെയ്യാൻ പോകുന്നുണ്ട്. ഒന്ന് അതായത് 3rd 4th ഡാനിൽ ഇരിക്കാൻ പോകും. നിർത്തിയിട്ടില്ല? ഇല്ല, ഞാൻ പ്രാക്ടീസ് ഉണ്ട്. ഇതേ ഞാനും കുറച്ചു കാലം മാർഷൽ ആർട്സ്. ഏത് സ്റ്റൈലിലാണ് താങ്കള്? നമ്മൾ ഷോട്ടോഗാൻ, ബ്ലാക്ക് ഡ്രാഗൺ എന്നുള്ളത്. ഷോട്ടോഗാൻ, ബ്ലാക്ക് ഡ്രാഗൺ കരാട്ടെ മാർഷൽ ആർട്സ് ഇപ്പോ ഒരു ഇതുണ്ട്. അത് ഓൾറെഡിയില് ആണ് നമ്മുടെ എന്റെ മാസ്റ്റർ പേര് സന്തോഷ് കുമാർ. ഇതൊപ്പം തന്നെ നമ്മള് ഒരു കോമ്പാറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ട് ഒരു റെസ്ലിംഗ് കൂടാതെ തന്നെ അതിൽ കിക്കും പഞ്ചും കൂടി ചേർത്തിട്ടുള്ള ഒരു മാർഷൽ ആർട്സ് ആണ്. അപ്പൊ അതിന്റെ കേരള സ്റ്റേറ്റ് സെക്രട്ടറിയും കൂടിയാണ്. കൺഗ്രാജുലേഷൻ. അപ്പൊ ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പൊ ഇപ്പോഴും പ്രാക്ടീസ് ഉണ്ട്? ഞാൻ ഇപ്പോഴും ഓടുകയും ചെയ്യും. ഒപ്പം തന്നെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും പ്രാക്ടീസ്. പക്ഷെ കാണുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും താങ്കളുടെ ബൈക്ക് ഒന്ന് കാണുന്നുണ്ട്. ബൈക്ക് ഒന്ന് കണ്ടല്ലോ നമുക്ക്. പിന്നെ ഇത് സ്പോർട്സ് ബൈക്ക് ആണോ? എന്താണ് ഇതിന്റെ ഒരു? അഡ്വഞ്ചർ ടൂറർ. അഡ്വഞ്ചർ ടൂറർ അല്ലേ? അപ്പൊ സ്പോർട്സ് അല്ല. അപ്പൊ ഈ ബൈക്കിൽ തന്നെ സാധാരണ നമ്മൾ കോമൺ ഉപയോഗിക്കുന്ന ബൈക്ക് ഉണ്ട്, അഡ്വഞ്ചർ ടൂർ ഉണ്ട്. അതെ, ഇത് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ മലകളും കയറാനായിട്ട് പറ്റും. പക്ഷെ താങ്കൾ എന്നോട് രാവിലെ പറഞ്ഞത് ഇത് ഒരു നോർമൽ ബൈക്കാണ്, വലിയ വിലയൊന്നും ഇല്ല, 5 ലക്ഷം രൂപ. ഇതിൽ നമ്മളെല്ലാം കൂടി ചേരുമ്പോഴാണ് അത്ര വില വരുന്നത്. പക്ഷെ ഇതിന്റെ തന്നെ അഡ്വാൻസ്ഡ് പവർ കൂടിയ വെർഷൻ. ഇതിന്റെ F400 ഉണ്ട്, പിന്നെ 900 ഉണ്ട്, 1300 ഉണ്ട്. ഞാൻ ഈ ഒരു മേഖല എനിക്ക് വളരെ ഞാൻ അജ്ഞനാണ് കേട്ടത്. അതുകൊണ്ട് ഒരു അത്ഭുതം. അപ്പൊ 900 ഒക്കെ എന്ത് വില ഉണ്ടാവും? ഇപ്പൊ 1300 ഒക്കെ ഇപ്പൊ ഒരു 33-34 ഒക്കെ ലാക്സ്, 34 ലക്ഷം രൂപ ഒരു ബൈക്കിന് വരുന്നുണ്ട്. ഒരു ഇന്നോവ മേടിക്കുന്ന ഹൈ ക്രോസ് മേടിക്കുന്ന റേറ്റ് കൊടുക്കണം ഇതുപോലത്തെ ഒരു ബൈക്ക് മേടിക്കണമെങ്കിൽ. ഇത് എത്ര CC ആണ് ശരിക്കും? 313 CC ഉണ്ട്. അത്രേ ഉള്ളൂ. വളരെ സന്തോഷം നൽകുന്ന ഒരു റൈഡ് അല്ലേ? നമുക്കിതിൽ സസ്പെൻഷൻ ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് എന്റെ ബാക്കിൽ ഞങ്ങൾ ഈ ഫർണിച്ചർ വിൽക്കുന്ന ആളുകളായതുകൊണ്ട് ലംബർ സപ്പോർട്ടൊക്കെ ഉണ്ട് കുറച്ച്. ഞാൻ പണ്ട് ബുള്ളറ്റ് ഓടിച്ചതാണ്, കുറച്ച് വലിയ ബൈക്ക് ഓടിച്ചൊരു അനുഭവമുള്ളൂ. ഇത്തരത്തിലുള്ള ബൈക്കുകൾ ഞാൻ ഓടിച്ച് എനിക്ക് അനുഭവമില്ല. അപ്പോഴേക്കും കാറിലേക്ക് മാറി. റൈഡിൽ കിട്ടുന്ന ഒരു പ്ലഷർ മറ്റേ കാറിൽ പോകുമ്പോ കിട്ടില്ലല്ലോ. ഒരു എന്തെന്നില്ലാത്തൊരു ആനന്ദമൊക്കെ ചില ഭാഗത്തൂടെ ഒക്കെ പോകുമ്പോ. യെസ്, ഞാനിപ്പോ അത് അനുഭവിച്ചു. ഞാൻ ഇതിന്റെ പവറിൽ പോകുമ്പോ ഞാൻ ആലോചിച്ചു നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുന്നതായിട്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഈ റോഡ് കുത്തിപ്പൊളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഒരു വർക്ക് കഴിഞ്ഞാല് വേറൊരു വർക്ക് കാര്യം പിന്നെ കുത്തിപ്പൊളിച്ചുണ്ടാക്കും. അത് കേബിൾ ഇടാനോ പൈപ്പ് ഇടാനോ വെള്ളത്തിന് പൈപ്പ് ഇടാനോ ഒക്കെ. ഇതിപ്പോ ജിയോന്റെ ഫൈബർ ഇടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ഈ പ്രവണത എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്, ഇങ്ങനെ ഒരു വർക്കിനെ പറ്റി തോന്നുന്നത്? നമ്മൾ ആരും തന്നെ വികസനത്തിന് എതിരല്ല. തീർച്ചയായിട്ടും എതിരല്ല. ഇതൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് സമയത്തിന്. അതായത് ടവറും കേബിളും ഒക്കെ നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. പക്ഷേ ഇതിൽ ചെയ്യാവുന്ന ഒരു കാര്യം, ഇത്തരം വൃത്തികേടുകൾ നമുക്ക് ഒഴിവാക്കാം. എങ്ങനെ? ഇത് ആവശ്യ സമയത്ത് അതായത് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് വേണ്ട രീതിയിൽ വേണ്ട. അതായത് റോഡ് വർക്ക് എടുക്കുമ്പോൾ കേബിളിന്റെ ആളുകളോട് സംസാരിച്ചതിന് ശേഷം റോഡ് വർക്ക് എടുക്കണം എന്നാണ് തോന്നുന്നത് അല്ലേ? സത്യത്തില് ദ്രോഹമാണ്. പ്ലാനിങ് ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇത് രണ്ടാമത് റീപ്ലാസ്റ്ററിങ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇതിപ്പോ എല്ലാം ചെയ്ത് അവര് വീണ്ടും അതേ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്താൽ തന്നെ അത് ഇതിന്റെ പഴയ ഒരു സ്ട്രെങ്ത് ഉണ്ടാവണമെന്നില്ല അല്ലെ? എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ ഗവൺമെന്റ് തലത്തില് ശ്രദ്ധ ഉണ്ടാവട്ടെ. നമ്മളൊരു വീഡിയോ കൂടി
ഉപകരിക്കുമെങ്കിലും ആവട്ടെ, അതിന്റെ ഒരു ഭാഗം ചെറു വിരൽ അനക്കാൻ പറ്റുന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പേജിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ റൈഡിങ്ങിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചിട്ടും ഭക്ഷണം, അതുപോലെ യാത്ര, അതുപോലെ ഫിറ്റ്നസ്, താങ്കളുടെ ചലഞ്ചുകൾ ഒക്കെ പറഞ്ഞു തന്നതിന് വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.